അച്ഛനും പോയതിനു ശേഷം ചോദിക്കാമെന്ന് കരുതിയതാ. അവന്റെ കാറിൽ നീ വന്നത് സ്വന്തം ഇഷ്ടത്തിനാണെന്ന് അവൻ പറഞ്ഞു. ഞാനത് വിശ്വസിച്ചിട്ടില്ല. അവൻ എന്തു പറഞ്ഞ മോളെ കൊണ്ടുവന്നത്? നീയും ഹരിയും ഒന്നിച്ചു വരുമ്പോഴാണോ? അല്ല, ഹരിയുമായി സംസാരിച്ചിട്ട് ഞാൻ തനിച്ചു വരുമ്പോഴായിരുന്നു. ജീവനെന്നെ ബലമായി കാറി കയറ്റിയതല്ല, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന്. അവൻ പഠിപ്പിച്ചു തന്ന കള്ളം നീ എന്നോട് പറയണ്ട. അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്നവരാ നമ്മൾ. നമ്മൾ തമ്മിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിയാൽ അത് നന്നാവില്ല മോളെ. ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്തിനാണ് ജീവന്റെ വണ്ടിയിൽ കയറിയതെന്ന്? അത് ഹരിയെ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിയപ്പോ എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നു. എന്റെ മുൻപിൽ ഒരു കള്ളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വേറൊരാൾക്ക് പറ്റുമായിരിക്കും, നിനക്ക് പറ്റില്ല. കാരണം നിന്റെ ഒരു കൈവിരലിന്റെ അനക്കം പോലും എനിക്ക് നല്ലവണ്ണം അറിയാം. നടന്നതെന്താണെന്ന് അമ്മയോട് സത്യം പറ. ഞാൻ പറഞ്ഞത് സത്യമാണമ്മേ. ഹരി ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. ഹരിയുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസ് കോടതിയിലേക്ക് വിടുന്നൊക്കെ പറഞ്ഞ ഞാൻ പിന്നെ അകന്ന് നിക്കാന്ന് സമ്മതിച്ചു. ഇനി തമ്മിൽ കാണില്ലെന്ന് വാക്കു കൊടുത്തു. അതെല്ലാം ഹരിക്ക് വേണ്ടിയാ. അമ്മ, ഞാൻ പറഞ്ഞത് വിശ്വസിക്കണം. എന്തിന്? എന്നെ വിശ്വസിപ്പിക്കുന്നത് എന്തിനാ മോളെ? അമ്മ ഇപ്പൊ ആകെ തകർന്നു നിൽക്കുക. അച്ഛൻ ചതിച്ചപ്പോ അമ്മയ്ക്കൊന്ന് നേരെ ചൊവ്വെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട്. പിന്നെയും അമ്മ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് മോളെ ഓർത്താ. ശരി, നിനക്കും അമ്മയെ വേണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ചാനലുകളുടെ മാനേജ്മെന്റിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നാളെ ഒരേ സമയം JR-നെ കുറിച്ചുള്ള ബ്രേക്കിംഗ് ന്യൂസ് എല്ലാ ചാനലുകളിലും ആരംഭിക്കും. റിപ്പോർട്ടിങ്ങിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശൈലി ഉണ്ടാവുമല്ലോ, അതാ. പക്ഷേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, ഇത്രയും കുറഞ്ഞ കാലത്തിനുള്ളിൽ ജീവൻ എന്ന ഒന്നുമില്ലാത്തവൻ JR എന്ന അതിസമ്പന്നനായത് എങ്ങനെയാണ്? രണ്ട്, JR എന്ന സ്ഥാപനം നമ്മുടെ നാട്ടിലെ കർഷകരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരത, അവരുടെ വെട്ടിപ്പിടുത്തം. സർ, ഇതുകൊണ്ടൊക്കെ ഉന്നതങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? വാർത്തയുടെ ആഴത്തിൽ നിന്നും ഓടി ഒളിക്കാൻ ഈ കാലഘട്ടത്തിൽ ആർക്കും പറ്റില്ല. രാഷ്ട്രീയക്കാർക്കായാലും അധികാരികൾക്കായാലും കർഷകരുടെ പ്രശ്നം രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കും. അവർക്ക് അതിൽ ആത്മാർത്ഥത ഉണ്ടായതുകൊണ്ടൊന്നുമല്ല, അത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെന്ന് അവർക്കറിയാം. സോ നമ്മൾ ഈ എറിയുന്നത് ലക്ഷ്യസ്ഥാനത്ത് കൊള്ളും. നിങ്ങള് ഇന്ദിര TV എന്നല്ലേ? അതെ സർ. സി, ഇന്ദിര TVയാണ് ഈ കാര്യം എക്സ്ക്ലൂസീവ് സ്റ്റോറിയായി ചെയ്യുന്നത്. നാളെ ഒരു പകൽ മുഴുവൻ ഇന്ദിര TV ഇതിന്റെ പുറകെ മാത്രമായിരിക്കും. അതിന് സപ്പോർട്ടീവായിട്ടായിരിക്കണം നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടുകൾ. സാർ, ഇത് JR-നോടുള്ള എന്തെങ്കിലും പേഴ്സണൽ വിരോധമാണോ? എനിക്ക് എന്ത് പേഴ്സണൽ വിരോധം? മാധ്യമപ്രവർത്തകരെന്ന നിലയ്ക്ക് നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്. വീണ് കിടക്കുന്നവർക്ക് ഒരു ഊർജം നൽകണം, നഷ്ടപ്പെട്ടവർക്ക് ഒരു തലോടൽ, മരണം മുന്നിലുള്ളവർക്ക് ഒരു സംരക്ഷണമാവാം. ഐ ബിലീവ് ദാറ്റ്. അപ്പോ തൽക്കാലം നമുക്ക് പിരിയാം. നാളെ ഈവനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. ഓക്കെ? ഓക്കെ സർ. ആന്റി,
ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. കാണാൻ പറ്റാത്തതിന്റെ പേരിൽ, അടുത്ത് നിൽക്കാൻ പറ്റാത്തതിന്റെ പേരിൽ അയാൾ ഒരുപാട് കരയുകയും ചെയ്തു. എന്നിട്ട് അത്യാവശ്യമായിട്ട് ആനന്ദനെ കാണാൻ പോകാനുള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോയി. അവിടെ വെച്ച് കണ്ട് ഞങ്ങൾ പിരിഞ്ഞതാ. പിന്നെ ഇവിടെ വന്നപ്പോ കേട്ട വാർത്ത വേറൊന്നാ. ഹരി, എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് നടന്നത്. ജീവൻ ഒരാളെ അനുസരിപ്പിക്കുന്നത് എന്തെങ്കിലും ഭീഷണിയിലൂടെയാണെന്ന് അറിയാലോ. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവള് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരെയും ജീവൻ പേടിപ്പിച്ചതല്ലേ? എന്നിട്ട് ഒന്നിച്ചു നിൽക്കാന്ന് നമ്മള് എല്ലാരും തീരുമാനം എടുത്തതല്ലേ ആന്റി? ഏതെങ്കിലും ഒരു രീതിയിൽ ആലോചിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു കാര്യമായിരുന്നെങ്കിൽ ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചേനെ. പക്ഷെ ഇത് എങ്ങനെ? മോൻ സമാധാനമായിട്ടിരിക്കെ. അവൾ എന്നോട് പറയും. എന്നോടൊന്നും മറച്ചു വെക്കാൻ അവൾക്കാവില്ല. ഞങ്ങള് ഒന്നിച്ചു നിൽക്കുമ്പോ ആ സിയെ ഞങ്ങളെ കണ്ടു. അയാളോട് എത്ര വീറോടെയാണ് സിയെ സംസാരിച്ചെന്നറിയോ? ഞങ്ങൾ ഒന്നിച്ച് പുറത്ത് സംസാരിക്കുന്നതില് കുഴപ്പം എന്താണെന്നൊക്കെ ചോദിച്ചു. നിങ്ങളുടെ ഭാര്യ പുറത്തു പോകുമ്പോ മറ്റു പുരുഷന്മാരെ കാണാറില്ലെന്നൊക്കെ ചോദിച്ചു. അല്ല, അത്രയും ചങ്കൂറ്റത്തോടെയൊക്കെ സംസാരിച്ച ഒരാള് ഒറ്റ നിമിഷം കൊണ്ട് ഇങ്ങനെ ചേഞ്ച് ആവുമെന്നൊക്കെ പറഞ്ഞ സുജാതെ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന അവസ്ഥയില്ല. ചെറിയൊരു തള്ളുമതി നിലംപതിക്ക്.